കല്ലുമുരിട്ട് ഒന്നുകൂടി നന്നായിട്ട് പൊള്ളിച്ചെടുക്കട്ടത്. അത് പൊള്ളിക്കുമ്പോഴത്തേനും ഒരു ഗ്ലാസ് എടുത്തതിൽ കുറച്ച് പഞ്ചസാരയും ഒരു പാക്കറ്റ് ഹോർലിക്സും കുറച്ച് ചതമുളക് ഇട്ടുണ്ടല്ലോ കാച്ചിച്ചാണ് പാലും വിളിച്ചാണ്ട് ഇളക്കിയാണ്ട് എടുക്കണം. ഈ വക ഇടപാടൊക്കെ നടക്കുന്നത് നമ്മുടെ മതിലകത്ത് മമ്മൂട്ടിക്കയുടെ ചായപ്പിടിയിലാണ്. ഇനി ആ ബീഫിന്റെ ചാറിൽ പൊള്ളിച്ച പൊറോട്ട നന്നാവാൻ സമ്മതിക്കൂല. ഈശോയെ, എന്നാ പിന്നെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഇതാക്കിയാലോ? പിന്നല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 3 കപ്പ് മൈദമാവ് എടുക്കുകയാണ്. അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളവും 1/4 കപ്പ് പാലും പിന്നെ ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് കുഴച്ച് ഇടിച്ച് എടുക്കാം. അങ്ങനെ അതിനെ നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത ശേഷം അതിനെ നമുക്ക് മോൾ വശം നന്നായിട്ട് എണ്ണ പുരട്ടിയ ശേഷം ഒരു നനഞ്ഞ ക്ലോത്ത് ഇട്ട് ആ പാത്രം മൂടി മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ പൊറോട്ടയ്ക്ക് സൈഡായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നാടൻ മട്ടൻ കറിയാണ്. അതിന് വേണ്ടി ഞാൻ നല്ല ടെൻഡർ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി നാടൻ സ്പൈസി മട്ടൻ കറിയാക്കാം. അപ്പം നമ്മുടെ മട്ടൻ കറിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മട്ടൻ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ തോട് നിങ്ങൾ കളയരുത് കേട്ടോ. ഈ തോട് നമുക്കിതിൽ തന്നെ ഇട്ടേക്കണം. കാരണം ഇത് ഞാനിപ്പം ഈ തോടിനെ ഞാൻ രണ്ടായിട്ട് മുറിച്ച് ഞാൻ ഇങ്ങനെ അതെ ഇതിനെ ഇടയ്ക്കോട്ട് നോക്കാൻ പോകണം. കാരണം അതിൻ്റെ ഈ മട്ടൻ്റെ ഉളുമ്പ് മണമൊക്കെ ഈ നാരങ്ങയുടെ തോട് നന്നായിട്ട് പിടിച്ചെടുക്കും. അപ്പം നമ്മുടെ മട്ടന് ഉളുമ്പ് മണമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് അതിനെ ഒരു നീളത്തിലൊരു ഷേപ്പ് ആക്കിയിട്ട് ഞാൻ ഈക്വൽ പീസസ് ആയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാൻ പോകണം. നമ്മൾ ആദ്യം എടുത്ത 3 കപ്പ് മാവിനെ 15 ഈക്വൽ പീസസ് ആക്കാൻ പറ്റി നമുക്ക്. അപ്പം നമുക്ക് 15 പൊറോട്ട കിട്ടും. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പീസിനെയും നല്ല റൗണ്ട് ബോളാക്കി എടുത്തു വെക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പീസ് കയ്യിലെടുക്കുക. അതിനെ നന്നായിട്ട് ഒന്നും കൂടെ ആ ചെറിയ പീസിനെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം അതിനെ നമ്മുടെ കയ്യിലിട്ടിട്ട് ഇങ്ങനൊരു റൗണ്ട് നല്ലൊരു അടിപൊളി അടിയിൽ നിന്ന് മുകളിലോട്ട് ഞെക്കി കൊടുക്കണം. അപ്പം നല്ലൊരു അടിപൊളി ബോളായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഓരോ പീസിനെ നമുക്ക് ആദ്യം ബോളാക്കി വെക്കാം. ഇനി ഓരോ ബോളിൻ്റെ മുകളിലും നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനെല്ലാം ഒരു ട്രെയിലാക്കിയിട്ട് ഞാൻ അതിനെ ആ വെറ്റ് ക്ലോത്തും കൊണ്ട് തന്നെ മൂടി വെച്ചു. പൊറോട്ടയുടെ ബോൾസ് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നിനെ എടുത്തിട്ട് നമുക്ക് പരത്താൻ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ബാക്കി കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമ്മുടെ പൊറോട്ട എവിടെ ഇട്ടാണോ പരത്താൻ പോകുന്നത് അവിടെ നമ്മൾ ലേശം ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ബോൾ വെച്ചിട്ട് ബോളിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ട് വേണം അതിനെ പരത്തി തുടങ്ങാനായിട്ട്. കൈകൊണ്ട് തന്നെ അതിനെ ഒന്ന് മാക്സിമം ഒന്ന് പരത്തി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് എണ്ണയൊന്ന് പരത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാൻ പാടാണ്. കണ്ടോ, ഇതേപോലെ നൈസായിട്ട് വളരെ തിന്നായിട്ട് നൈസായിട്ട് ഇതിനെ അങ്ങോട്ട് പരത്തി ഇച്ചിരി ഇടയ്ക്കൊക്കെ കീറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സ്റ്റേജിൽ തിന്നായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഈവനായിട്ട് എല്ലാ ഭാഗവും കുക്കായിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ.
ഇനി ഈ തിന്നായിട്ട് പരത്തി വെച്ചതിൻ്റെ മുകളിൽ എണ്ണ പുരട്ടി കൊടുത്ത ശേഷം നമുക്കിതിനെ ഒന്ന് വരഞ്ഞെടുക്കാം. വരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നമ്മൾ അടുത്തടുത്ത് ആയിരിക്കണം വരഞ്ഞെടുക്കുന്നത്. ഒത്തിരി സ്പേസ് ഇട്ട് വരഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ലെയേഴ്സായിട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ഒത്തിരി മൂർച്ചയുള്ള പിച്ചാത്തി അല്ലെങ്കിൽ കത്തി എടുക്കാതിരിക്കുക. കാരണം നമ്മുടെ സ്ലാബിൽ ചിലപ്പോൾ മാർക്സ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി മൂർച്ച ഇല്ലാത്തൊരു പിച്ചാത്തിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് മാവിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം. കണ്ടല്ലോ. അപ്പം നമ്മുടെ ഇതിനെ ഒന്ന് നീട്ടി കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ വലിഞ്ഞ് നീണ്ടോളും. അപ്പോൾ അതിനെ ഒന്ന് കീറാതെ ഒന്ന് വലിച്ച് നീട്ടി കൊടുക്കുക. നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമുക്കിനി ഒന്ന് കൈയുടെ പത്തി കൊണ്ട് വേണം ഇനി നമ്മളിതിനെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. നല്ല തിന്നായിട്ട് തന്നെ ഇതും പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനെ നന്നായിട്ട് ചുട്ടെടുക്കാം. ചുട്ടെടുത്ത ശേഷം അതിനെ നന്നായിട്ട് 3 എണ്ണം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മുടെ കടയിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ. അപ്പോഴാണ് ആ ലെയറൊക്കെ നല്ല ഭംഗിക്ക് ഇളകി വരുന്നത് കേട്ടോ. ഒരു വാഴയില എടുത്തിട്ട് നമ്മുടെ ചുട്ട് വെച്ച് 2 പൊറോട്ട അതിലേക്ക് വെച്ച് നമ്മുടെ ആ നല്ല നെയ്യുള്ള മട്ടൻ കറി അങ്ങോട്ട് ഒഴിച്ച് വേറെ 2 പൊറോട്ട വെച്ച് അതിനെ ഒന്ന് മൂടി ആ വാഴയില വെച്ച് നന്നായിട്ട് അതിനെ ഒന്ന് പൊതിഞ്ഞ് കെട്ടിയെടുത്ത് അതിനെ ഒന്ന് നമ്മുടെ മീഡിയം ഹീറ്റിലിരിക്കുന്നൊരു പാനിൽ വെച്ച് നന്നായിട്ട് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ പൊള്ളിച്ചെടുക്കാം. നമ്മുടെ വാഴയില വെച്ചിട്ട് ഇതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാല് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ പാല് തിളപ്പിച്ചെടുക്കാം. നമുക്ക് 2 ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ബൂസ്റ്റും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമ്മുടെ അരിച്ചെടുത്ത പാല് നല്ല വീശി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചില്ലി ബൂസ്റ്റ് റെഡി. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് അറ്റാക്ക് ചെയ്താലോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവുള്ള പാലും ചൂട് ആവി പറക്കുന്ന പൊറോട്ടയും മട്ടനും കൂടെ നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം. നിങ്ങളോട് പറയണ്ടല്ലോ ഇത് എത്രമാത്രം ടേസ്റ്റുള്ള സംഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വീണ്ടും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു 6 എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.